വിജയ, എന്താ മോനെ ദാസ? നല്ല ഊഞ്ഞാലല്ലേ? നല്ല ഊഞ്ഞാല്. നമ്മള് ഇന്ന് ദാസനും വിജയനും എത്തിയിരിക്കുന്നത് എവിടെയാ? കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി നഗരസഭയിലെ 19-ാം വാർഡില്. അപ്പൊ 19-ാം വാർഡില് യുവത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് വിജയ ഉള്ളത്. അപ്പോൾ നല്ല ചൂട് പിടിച്ച പ്രചരണങ്ങളൊക്കെയാണ് അവര് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ ആ വരുന്ന വരവൊക്കെ ഒരു പ്രത്യേക രസമാണ്. ഒരു എല്ലാവരും കൂടെ ചേർന്ന് വളരെ ജോളി ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇലക്ഷൻ ചൂടിന്റെ ആ ഒരു പ്രത്യേകത നമുക്കൊന്ന് കണ്ടറിയാം. തീർച്ചയായിട്ടും വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാം. തീർച്ചയായിട്ടും നമുക്ക് ചോദിച്ചറിയാം. ശബന ടീച്ചർ നാട് നയിച്ചാൽ വികസനം കണ്ടിടും. സധൈര്യമെന്തും നേടിയെടുക്കാൻ രാപ്പകലില്ലോടും. ഉളിയിൽ വാർഡ് 19 ഉയർന്നുയർന്നു തിളങ്ങാനായി ഏണി ചിഹ്നമിൽ വോട്ടേകൂ. UDF കൂട്ടാകൂ. ശബന ടീച്ചർ നാട് നയിച്ചാൽ വികസനം കണ്ടിടും. സധൈര്യമെന്തും നേടിയെടുക്കാൻ രാപ്പകലില്ലോടും. ഉളിയിൽ വാർഡ് 19 ഉയർന്നുയർന്നു തിളങ്ങാനായി ഏണി ചിഹ്നമിൽ വോട്ടേകൂ. UDF കൂട്ടാകൂ. നിലവിൽ നമ്മൾ ഈ 19-ാം വാർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ UDF ഭരണസമിതി മുന്നണിപ്പിൻ്റെ മെമ്പറാണ്. ഇദ്ദേഹമാണ് നമ്മുടെ പഴയ കൗൺസിലർ. ഇദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഇവിടെ റോഡുകളും ഇവിടെയുള്ള മുഴുവൻ ലൈറ്റ് പോസ്റ്റുകളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവർ ചെയ്തു വെച്ച വികസനത്തിന് തുടർച്ച എന്നോണം പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളായ റോഡുകളും, പിന്നെ കുടിവെള്ള പദ്ധതികൾ, അതുപോലെ വെളിച്ചം, ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, ഒരുപാട് പദ്ധതികൾ നമുക്ക് ആവിഷ്കരണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ തുടർച്ച എന്നോണം നമുക്കിനിയും ഒരുപാട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വിലയേറിയ വോട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയായ UDF സ്ഥാനാർത്ഥിയായ ശബന ടീച്ചർക്ക് നൽകണം, ചെയ്യണം. വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി നമ്മളെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം. അങ്ങനെ ദാസനും വിജയനും കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി നഗരസഭയിലെ 19-ാം വാർഡിലെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ വീട് കയറിയിട്ടുള്ള പ്രചരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെ ഇതിനു മുമ്പുള്ള അബ്ദുൽ ഖാദർ പൂർത്തിയാക്കി വെച്ച ആ ഒരു വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് യുവത്വത്തിന്റെ പ്രതീകമായ ശബന ടീച്ചർ ഇപ്പോൾ ഈ 19-ാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്നത്. അപ്പോൾ ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ നമുക്കൊന്ന് അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ചറിയാം. വിജയ, റെഡിയാ? അപ്പോൾ ശബന ടീച്ചർ യുവത്വത്തിന്റെ പ്രതീകമാണ്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ഇനി ഒരുപാട് ഇവിടെ നടത്താനുണ്ട്. ഇലക്ഷൻ പ്രചരണത്തിന്റെ ഒരു ചൂടൊക്കെ എവിടെ വരെയായി? വോട്ടർമാരെ കാണുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെ? വളരെ മികച്ചൊരു പ്രതികരണമാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഉള്ളത്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ സാധിച്ചതിൽ. പിന്നെ എല്ലാവർക്കും പുതുതലമുറയെ നയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. വോട്ടർമാർ ഓരോ ആൾക്കാർ ഓരോ വീടുകളിലേക്ക് കയറുമ്പോഴും അവരുടെ ആഗ്രഹവും പുതിയ ആൾക്കാരുകൾ വരട്ടെ, അവർ നയിക്കട്ടെ എന്ന് തന്നെയാണ് അവരുടെ അഭിപ്രായം. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ദാസന്റെ വിജയന്റെ അഭിപ്രായം തന്നെയാണല്ലേ? പുതിയ ആൾക്കാർ വരട്ടെ, പുതിയ ചുവടുകൾ വരട്ടെ, നമ്മുടെ ഭരണരംഗങ്ങളിൽ സ്ഥായിയായ മാറ്റങ്ങൾ വരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹിക്കുന്നതും ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. പിന്നെ ടീച്ചറെ ദീർഘണ്ട് വളരെ ചെറുപ്പമാണ്, വളരെ എനർജറ്റിക്കായി പ്രചരണ രംഗത്തുണ്ട്. അപ്പോൾ ടീച്ചറിൻ്റെ നിങ്ങളുടെ ഈ വാർഡ്, ഈ ഒരു കൗൺസിലിനെ കുറിച്ച്, ഈ ഒരു വാർഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. അതിൽ നിങ്ങൾ ഭീഷണിയൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലാതെ തന്നെ മുന്നേറി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തുടർ പ്രവർത്തനത്തിൻ്റെ രീതിയിൽ ടീച്ചറിൻ്റെ സ്വപ്നങ്ങൾ എന്താണ്? ഈ വാർഡിനെ കുറിച്ചുള്ള ടീച്ചറിൻ്റെ ഒരു സ്വപ്നങ്ങൾ നമ്മുടെ വോട്ടർമാരോടൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും. നമ്മളെ ഈ വാർഡ് എന്ന് പറഞ്ഞാൽ തുടർച്ചയെന്നോണം വികസിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു നാടാണ്. പ്രത്യേകിച്ച് ഉളിയിൽ എന്നത് എല്ലാ ഏരിയകളിലും എല്ലാ ആളുകൾക്കും അറിയപ്പെടുന്ന ഒരു നാട് കൂടിയാണ് ഉളിയിൽ എന്നത്. അപ്പോൾ ഇനി
മുൻകൈ കൗൺസിലർമാർ ഒരുപാട് വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട്, ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ റോഡുകളായിക്കോട്ടെ, പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകളായിക്കോട്ടെ, ഏകദേശം എല്ലാ മേഖലയിലും അവരുടെ വികസനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് വിദ്യാഭ്യാസ മേഖലകളിലേക്ക് തന്നെയാണ്. നമ്മളെ ഓരോ വീടുകളിലും ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് പിന്നെ തൊഴിലില്ലാത്ത സ്ത്രീകളുണ്ട്. അവരെയൊക്കെ ഒന്ന് ഉന്നതിയിൽ എത്തിക്കുക, വിദ്യാഭ്യാസം അതുപോലെ തൊഴിൽ മേഖലകളിൽ വളരെ ഒരു ഉന്നതിയിൽ എത്തിക്കുക എന്നതാണ് നമ്മുടെ വാർഡിന് ഏറ്റവും ചെയ്യാൻ ഇനി പറ്റുന്ന വികസനങ്ങൾ. അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നതാണ്. ബാക്കിയൊക്കെ ഇവിടുത്തെ മുൻ കൗൺസിലർമാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഇരിട്ടി എന്ന് പറയുന്നത് മലയോര കുടിയേറ്റ ജനതയുടെ ഒരു സ്ഥിര കേന്ദ്രമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാർഷിക മേഖലയെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നമ്മൾ ഇരിട്ടി, പേരാവൂർ ഭാഗങ്ങളൊക്കെ മലയോര മേഖലയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ കാർഷികരും കാർഷിക രംഗവും വളരെ ഇരിട്ടിയിലൊക്കെ നല്ല തകൃതിയായിട്ട് നല്ലൊരു വിപണിയും കൂടിയാണ് നമ്മൾ ഇരിട്ടി മേഖല എന്നുള്ളത്. അതിലൊരു പ്രധാന പങ്ക് നമ്മളെ ഉളിയിൽക്കാർക്കും നമ്മൾ ഈ വാർഡിനൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ആ മേഖലയിൽ, കാർഷിക മേഖലയിലായിക്കോട്ടെ മറ്റ് രീതിയിലായിക്കോട്ടെ, നമുക്ക് ഒരുപാട് മുന്നേറാൻ ഇനിയും ഉണ്ട്. അത് കുറച്ചും കൂടി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്, അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നതാണ് വിശ്വസിക്കുന്നത്. വിജയ ടീച്ചർ മത്സര രംഗത്തേക്ക് ഒരു കന്നി അംഗമായെടുക്കുകയാണ്. അതെ. അപ്പോൾ ടീച്ചറിൻ്റെ പിന്നെ പൊതുപ്രവർത്തന രംഗത്തെ ആ പരിചയം, ആ ഒരു ഒന്ന് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രവർത്തന രംഗത്തേക്ക് എത്തിയത് എന്നുകൂടി ഞങ്ങളോടൊന്ന് പറയാമോ? തീർച്ചയായും. ഇത്രയും വർഷങ്ങളിൽ വിദ്യാർത്ഥികളിലായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തനങ്ങളൊക്കെ. കോളേജ് കാലഘട്ടത്തിൽ UUC ആയിട്ട് മത്സരിച്ചു, UUC ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി UDSF വൈസ് ചെയർപേഴ്സൺ ആയിട്ട് മത്സരിച്ചിട്ടുണ്ട്. ഏത് കോളേജിലായിരുന്നു പഠിച്ചത്? ഐഡിയൽ കോളേജിലായിരുന്നു ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്. ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി പഠനം PG പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. B.Ed കൂടി ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ B.Ed കൂടി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിലൊക്കെ ഒരുപാട് ഇനി മാറ്റങ്ങളും കൊണ്ടുവരണമെന്ന് അതേ ആഗ്രഹത്തോടെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ രാഷ്ട്രീയ പ്രവേശനം ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും അതിൽ നേരുകയാണ്. ആ ഒരു പ്രവർത്തന മേഖലയിൽ പുതിയ വിജയങ്ങൾ കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിജയ, നമ്മൾ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥിയുടെ കൂടെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ, ഇവരുടെ അണികളെ തന്നെ കണ്ടാൽ അറിയാം എത്രമാത്രം സപ്പോർട്ട് ഇവർക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എന്നാലും ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ ചോദിക്കാം, ഞാൻ ഈ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ വീട്ടുകാരുടെയൊക്കെ സപ്പോർട്ടൊക്കെ എങ്ങനെ? തീർച്ചയായും വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. കാരണം വീട്ടുകാർ മുഴുവൻ നല്ല സപ്പോർട്ടീവാണ്, അതുപോലെ നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടീവാണ്. പുതിയ ഒരു അംഗം എന്ന രീതിയിലല്ലാതെ എല്ലാവരും ചേർത്ത് പിടിക്കുന്നുണ്ട്. സ്വന്തം മകളായിട്ടും ചേച്ചിയായിട്ടും പെങ്ങളായിട്ടും ഒക്കെ എല്ലാവരും ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. ടീച്ചർ, നമ്മുടെ യുവതലമുറയിൽ ലഹരിയുടെ ഒരു അതിപ്രസരം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ടീച്ചർ എങ്ങനെയാണ് കാണുന്നത്? അതിനെ നിയന്ത്രിക്കാൻ എന്താണ് വഴികൾ? എന്തൊക്കെ ചെയ്യാൻ ടീച്ചർ ഇതിലോട്ട് വന്നു കഴിയുമ്പോൾ, തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മുടെ വോട്ടർമാരോടൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും. ലഹരി എന്നത് വലിയൊരു വിഷമകരമായ ഒരു അവസ്ഥ തന്നെയാണ്. തീർച്ചയായും ഒരു വിപത്ത് തന്നെയാണ്. നമ്മൾ ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്നത് യുവാക്കളിലായിക്കോട്ടെ കുട്ടികളിലായിക്കോട്ടെ ലഹരി ഉപയോഗമാണ്. അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ നമ്മളെ സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ച് അത് ഒരു ലഹരി എന്നത് വെറും പിന്നെ സിന്തറ്റിക് ലഹരികൾ മാത്രമല്ല, ഇപ്പൊ ഒരു ഫോൺ അഡിക്ഷൻ പോലും ലഹരി ആയിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ ലഹരികളായിട്ട് ഈ തലമുറനെ നമുക്ക് തീർച്ചയായും മാറ്റം കൊണ്ടുവരാൻ പറ്റും. കാരണം ഒരുപാട് കൗൺസിലിങ്ങിലൂടെയും അങ്ങനത്തെ ആ തരത്തിലുള്ള കുട്ടികളെ നമുക്ക് ആ വഴിക്ക് പോകുമ്പോൾ കൗൺസിൽ ചെയ്തും അതുപോലെ മറ്റു ക്ലാസ്സുകൾ അവരെ വീടുകളിൽ നമുക്ക് കൃത്യമായിട്ട് ബോധവൽക്കരണം നൽകിയൊക്കെ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ആന്റി ഡ്രഗ് ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ നല്ല തിരക്കുകളുണ്ട് എന്നറിയാം. എന്നാലും നമുക്ക് അങ്ങനത്തെ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഇനിയും കൊണ്ടുവന്നാൽ നല്ല ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അതിന് കണക്കായിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, അവരൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് തീർച്ചയായും നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ടീച്ചർ, ഞങ്ങളെ ചോദ്യത്തിൻ്റെ വളരെ പ്രസക്തിയുണ്ട്. ടീച്ചർ ഇതിനെല്ലാം നേരിട്ട് കാണുന്നതും അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചോദ്യം വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുന്നത്. നഗരസഭ കേന്ദ്രീകരിച്ച് നിരവധി നമ്മൾ കൗൺസിൽ സെൻ്ററുകൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കൗൺസിൽ സെൻ്ററുകൾ തുടങ്ങേണ്ടതുണ്ട്. അതുപോലെ നമ്മളെ വിദ്യാർത്ഥികൾക്ക് PSC കോച്ചിങ് സെൻറ്റേഴ്സുകൾ, അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക്
നമ്മളെ വാർഡിലായാലും നമ്മളെ നഗരസഭയിലായാലും നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനൊക്കെ നമ്മൾ ഇത് നമ്മുടെ ഇലക്ഷൻ പ്രകടന പത്രികയാണ്. അതെ, പ്രകടന പത്രികയൊക്കെ ആയിട്ടാണല്ലേ. അപ്പോൾ ഓക്കെ, ഈ പ്രകടന പത്രികയിലുള്ളതൊക്കെ ഭംഗിയായി നടക്കട്ടെ. അപ്പോൾ ലഹരിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, അപ്പം ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഒരുപാട് ഒക്കെ സ്ഥാപിക്കുമെന്നൊക്കെ നമ്മളോട് പറഞ്ഞു. അപ്പോൾ ലഹരിയിൽ നിന്ന് കുട്ടികളെ മറ്റൊരു ലഹരിയിലേക്ക് മാറ്റാൻ ഇപ്പോൾ കല, കായിക മത്സരങ്ങൾ അതുമൊക്കെയായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ മനസ്സിൽ പ്ലാൻ ഉണ്ട് ചെയ്യാൻ പറ്റുന്നത്? തീർച്ചയായും കുട്ടികളെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുകളാണ്. പല മേഖലയിലുള്ള കഴിവുകളുള്ള കുട്ടികൾ നമ്മുടെ നാടുകളിലുണ്ട്. ഇപ്പോൾ സ്പോർട്സിൽ കഴിവുകളുള്ള കുട്ടികൾക്ക് അവർക്ക് ഉതകുന്ന കളിസ്ഥലങ്ങൾ, അതുപോലെ അവർക്ക് ആവശ്യമായ എക്യുപ്മെന്റ്സ് ഉള്ള സ്ഥലങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ആർട്സിൽ തിളങ്ങാൻ പറ്റുന്ന ആളുകൾക്ക് ആ മേഖലയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് മേഖല ആയിക്കോട്ടെ, അവരെ അഭിരുചി ഏതാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ മേഖലകളിലേക്ക് ഓരോ സംഭവങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതാണ് നമ്മുടെ കൗൺസിലർ ആയി ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി പോകുന്ന ശബര ടീച്ചർ പറയുന്നത്. ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് ആകണം, കലയാകണം, വായനയാകണം, അല്ലേ? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ലഹരിയെ കുറിച്ചൊക്കെ പറഞ്ഞു, പുതുതലമുറയെ കുറിച്ചൊക്കെ പറഞ്ഞു. പുതുതലമുറ ഈ നമ്മുടെ ഈ രാഷ്ട്രീയ രംഗത്ത് നിന്ന് വിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് അവർക്ക് വലിയ കാഴ്ചപ്പാടൊന്നുമില്ല. അപ്പോഴാണ് ഒരു സ്ഥാനാർത്ഥി, ഒരു യുവത്വ സ്ഥാനാർത്ഥി ഇവിടെ വന്നിരിക്കുന്നത്. പുതുതലമുറയോട്, പുതു വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? പുതു വോട്ടർമാരോട് നിങ്ങളുടെ ജോലികൾ തേടി വിദേശത്ത് പോകണം. നമ്മളെ നാടുകളിൽ തന്നെ ഇതിനുള്ള ഒരു സംവിധാനവും ഇതിനുള്ള സാഹചര്യവും നമ്മുടെ മക്കൾക്ക് ലഭിച്ചാൽ അവർ പുറത്തേക്ക് പോവില്ല എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നതും. പിന്നെ അപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ നമ്മളെ നാടുകളിൽ, തൊഴിലവസരങ്ങളായിക്കോട്ടെ, നമ്മളെ നാടുകളിൽ തന്നെ ഉണ്ടാവണം എന്നതാണ് ആഗ്രഹിക്കുന്നത്. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ നാടുകളിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മളെ കുട്ടികളെ നമ്മളെ നാട്ടിൽ നമ്മൾക്ക് കിട്ടൂ. അവർക്ക് രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും നമുക്ക് ബോധവും ഉത്തരവാദിത്വം അവരിൽ കൊണ്ടുവരാൻ പറ്റൂ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ വിജയ, ഇപ്പോൾ പ്രകടന പത്രികയുണ്ട്, നമുക്ക് അതിനകത്ത് ഒരു 3-4 കാര്യങ്ങളൊന്ന് ചോദിക്കാം. ടീച്ചറിന്റെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളതെന്നും പറയാം, ടീച്ചറിന്റെ പ്രകടന പത്രികയിൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് അതും പറയാം. പ്രിയപ്പെട്ട വോട്ടർമാരെ, ഞാൻ ശബന ടീച്ചർ, ഇരിട്ടി നഗരസഭ ഉളിയിൽ 19-ാം വാർഡിൽ നിന്നും UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഏണി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. ഉളിയിൽ ശാഖ MSF-ന്റെ പ്രസിഡന്റായിട്ട് ഭാരവാഹിത്വം വഹിച്ചിരുന്നു. അതുപോലെ തന്നെ കണ്ണൂർ ഹരിത ജില്ലാ വൈസ് പ്രസിഡന്റായും സെക്രട്ടറിയായും ഭാരവാഹിത്വത്തിലുണ്ടായിരുന്നു. നിലവിൽ MSF-ന്റെ പേരാവൂർ മണ്ഡലം സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ നിങ്ങളെ എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. നേരിട്ട് കണ്ടിട്ട് പറയാൻ പറ്റാത്തവരോട് ഞാൻ ഈ പരമ്പരയിലൂടെ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ജയിച്ചു വന്നാൽ നിങ്ങളെ കൂടെ ഉണ്ടാവും, നിങ്ങളോടൊപ്പം ഉണ്ടാകും. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ ഉണ്ടാവുക. എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ ഉളിയിൽ നാടിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ആദ്യമായിട്ടും വിദ്യാഭ്യാസ മേഖലയാണ്. വിദ്യാഭ്യാസത്തിൽ ഒരുപാട് പേര് നമ്മുടെ നാടുകളിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും +2 കഴിഞ്ഞിട്ടും ഡിഗ്രി കഴിഞ്ഞിട്ടും ഒക്കെ ഉണ്ട്. അതുപോലെ 7ാം ക്ലാസ് കഴിഞ്ഞിട്ടും സ്കൂളിൽ പോകാത്ത കുറേ ആളുകളുണ്ട്. ഉമ്മമാർ, അമ്മമാർ, അതുപോലെ സ്ത്രീകളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ തീർച്ചും സാക്ഷരത വാർഡായിട്ട് മാറുക. എല്ലാവരെയും 10ാം ക്ലാസ് തുല്യതയെങ്കിലും എഴുതിച്ച് തീർച്ചും സാക്ഷരത വാർഡായിട്ട് മാറുക എന്നത് വലിയൊരു നമ്മൾ മുന്നോട്ട് കൊണ്ടുവെക്കുന്ന ഒരു ആശയമാണ്. അതുപോലെ തന്നെ തൊഴിൽ മേഖലകൾ, ഈ പഠിച്ചിട്ട് നമ്മൾ എത്രയോ ഡിഗ്രികളും PGകളും ഉണ്ടായിട്ടും തൊഴിലില്ലാതെ ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്, നമ്മുടെ പട്ടണങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ തൊഴിൽ മേഖലകൾ, അവർക്ക് അനുയോജ്യമായ തൊഴിലുകൾ നമുക്ക് നൽകാൻ, പ്രൊവൈഡ് ചെയ്യാൻ ആ സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുക. അതിപ്പോൾ നമ്മുടെ നാടുകളിൽ സംരംഭങ്ങൾ നമുക്ക് ആരംഭിച്ചാൽ ആ ഏരിയയിലുള്ള സ്ത്രീകൾക്കായിക്കോട്ടെ മറ്റ് ആ മേഖലയിലേക്ക് കഴിവുകളും ഇഷ്ടവുമുള്ള ആൾക്കാർക്ക് ആ മേഖലയിലേക്ക് ജോലി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ തീർച്ചയായും സാധിക്കും. അതുപോലെ സംരംഭങ്ങൾ ഒരുപാട് തുടങ്ങുക. അതുപോലെ തന്നെ ആരോഗ്യ മേഖല, നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. പഴയ തലമുറയ്ക്ക് 90 വയസ്സ് വരെയും നല്ല ആരോഗ്യം ഉണ്ടാകുന്ന കാലം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു അഡോളസൻസ് പ്രായം കഴിയുമ്പോൾ അതെ തീർച്ചയായും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാത്ത ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ട് ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാരെന്ന് പറയാം ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
അപ്പോൾ ആരോഗ്യ മേഖലയിൽ നമുക്ക് നല്ല ഭക്ഷണ രീതിയിലൂടെയും കൃത്യമായിട്ടുള്ള ജീവിതശൈലികളിലൂടെയും ആരോഗ്യ മേഖലകളിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായും നമുക്ക് സാധിക്കും. അത് നമ്മൾ വിചാരിച്ചാലും മാത്രമേ നമുക്ക് അതിൽ മാറാൻ പറ്റൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ വാർഡിൽ ചില മേഖലകളിൽ കുടിവെള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആ മേഖലകളിലൊക്കെ കുടിവെള്ളം കൃത്യമായിട്ട് എത്തിക്കുക, ഭവനമില്ലാത്തവർക്ക് ഭവനം, പിന്നെ കേരള സർക്കാരിൻ്റെ പദ്ധതികളുണ്ട്, അതുപോലെ ബൈത്ത് റഹ്മാന്റെ നമ്മളെ പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഓരോ ഭവനം ഇല്ലാത്തവർക്ക് ഭവനം ഉണ്ടാക്കി കൊടുക്കാം. ഉളിയിൽ വാർഡിന്റെ നാനാ ഭാഗങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴില്, കുടിവെള്ളം, അങ്ങനെ നീണ്ടു കിടക്കുകയാണ് പ്രകടന പത്രികയിലെ. ഇത് ചുരുങ്ങിയതാണ്, ഇനി ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഈ വാർഡിൽ എത്ര വോട്ടർമാരുണ്ട്, എത്ര വീടുകളുണ്ട് എന്നുകൂടെ ഒന്ന് പറയാം. തീർച്ചയായും ഈ വാർഡിൽ 375ഓളം വീടുകളുണ്ട്. അതുപോലെ തന്നെ 1150ഓളം വോട്ടേഴ്സ് ഉണ്ട്. ആ വോട്ടേഴ്സിനെയൊക്കെ നേരിട്ട് കണ്ട്, പറ്റുന്നവരെയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഓരോരുത്തരെയും വീടുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവാം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഒരു അനിയത്തിയായിട്ട്, പെങ്ങളുട്ടിയായിട്ട്, മകളായിട്ട് എന്നെ കൂടെ ചേർക്കുക, വിജയിപ്പിക്കുക. അതാണ് നമ്മുടെ ശബന ടീച്ചർക്ക് പറയാനുള്ളത്. നേരിട്ട് കാണാത്തവർക്കായി നമ്മുടെ വെള്ളാനകളുടെ നാട് പരമ്പരയിൽ ദാസനും വിജയനും നമ്മുടെ ഈ പരമ്പരയിൽ നമ്മുടെ ശബന ടീച്ചർ വന്നിരിക്കുകയാണ്. നിങ്ങളോട് വോട്ട് ചോദിച്ചിരിക്കുകയാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഭംഗിയായി മത്സരിച്ച് നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരം നമ്മുടെ ഉളിയിൽ വാർഡിൽ നടന്ന്, ഇരിട്ടി നഗരസഭയിൽ നടന്ന് നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ദാസനും വിജയനും ആശംസിക്കുകയാണ്. അപ്പോൾ ഈ വലിയ തിരക്കിനിടയിൽ അല്പസമയം ദാസന്റെ വിജയന്റെയും കൂടെ പങ്കുവെച്ചതിൽ 1000 നന്ദി അറിയിക്കുകയാണ്. നാട് നയിച്ചാൽ വികസനം കണ്ടിടും, സധൈര്യമെന്തും നേടിയെടുക്കാൻ രാപ്പകലില്ലോടും. ഉളിയിൽ വാർഡ് 19 ഉയർന്നുയർന്നു തിളങ്ങാനായി ഏണി ചിഹ്നമിൽ വോട്ടേകൂ, UDF-ന് കൂട്ടാകൂ. ശബന ടീച്ചർ നാട് നയിച്ചാൽ വികസനം കണ്ടിടും, സധൈര്യമെന്തും നേടിയെടുക്കാൻ രാപ്പകലില്ലോടും. ഉളിയിൽ വാർഡ് 19 ഉയർന്നുയർന്നു തിളങ്ങാനായി ഏണി ചിഹ്നമിൽ വോട്ടേകൂ, UDF-ന് കൂട്ടാകൂ. എൻ്റെ പേര് അബ്ദുൽ ഖാദർ കോമ്പിൽ. ഉളിയിൽ 19-ാം വാർഡിൽ നിന്നും 2020 തെരഞ്ഞെടുത്ത് 2025 രാഷ്ട്രീയ പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഈ വാർഡിൻ്റെ, ഈ പ്രദേശത്തിൻ്റെ, നാട്ടിൻ്റെ വികസനത്തിൻ്റെ കാഴ്ചപ്പാടോടുകൂടിയുള്ള എനർജിയുള്ള ഒരു ടീച്ചറാണ്. അത് നല്ല മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള പൂർണ്ണ അർത്ഥത്തിൽ നമ്മളെ UDF ഈ പ്രദേശത്ത് നിന്ന് തിരഞ്ഞെടുത്ത ഒരു സ്ഥാനാർത്ഥിയാക്കാൻ മുൻതൂക്കത്തിൽ കഴിവ് ഉള്ളവർ എന്ന നിലക്ക് നിയോഗിച്ചതാണ്. KD ചിഹ്നത്തിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. നല്ല ഭൂരിപക്ഷത്തിൽ ഈ വാർഡിൽ നടത്തിയ വികസനത്തിൻ്റെ ബാക്കി തുടർച്ച പൂർത്തീകരിക്കാൻ വേണ്ടി അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഈ പ്രദേശത്തുള്ള 19-ാം വാർഡിലെ ജനങ്ങൾ നമ്മുടെ ശബന ടീച്ചറെ നല്ല ഭൂരിപക്ഷത്തോടെ വോട്ട് ചെയ്ത് ഏണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഉളിയിൽ വാർഡ് 19 ഉയർന്നുയർന്നു തിളങ്ങാനായി ഏണി ചിഹ്നമിൽ വോട്ടേകൂ, UDF-ന് കൂട്ടാകൂ.